സുന്നി ഓൺലൈൻ തുടങ്ങിയ വെബ്സൈറ്റുകളിലൂടെയും ക്ലാസ് റൂമുകളിലൂടെയും നാം സെർച്ച് ചെയ്യുമ്പോൾ, സഞ്ചരിക്കുമ്പോൾ നമുക്കറിയാം, ഇന്ത്യയിൽ മാത്രമല്ല ഈജിപ്തിലും യമനിലും മൊറോക്കോയിലും ബ്രിട്ടനിലും ഇന്തോനേഷ്യയിലും മറ്റുള്ള ഒരുപാട് രാഷ്ട്രങ്ങളിൽ നബിദിനം കൊണ്ടാടുന്നുണ്ട്. എന്തിനേറെ നമ്മുടെ ഡൽഹിയിലെ പബ്ലിക് സ്കൂളിലടക്കം നബിദിനം നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ സർക്കാർ തന്നെ ഇന്ന് അവധി ദിനമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇന്ന് സർക്കാർ സ്കൂളുകൾക്കൊക്കെ മറ്റു മേഖലകൾക്കൊക്കെ ഇന്ന് അവധിയാണ്. അപ്പോൾ എല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നബിദിനം കൊണ്ടാടുന്നു. നബിദിനം ഷിർക്കാണ്, അങ്ങനെയൊന്നും ഇസ്ലാമിലില്ല എന്ന് അല്പം കുറച്ചാളുകളെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുള്ളൂ. അവർ പറയുന്നത് നബി തങ്ങൾ നമ്മളെ പോലെ ഒരാളാണെന്നാണ്. ഒരിക്കലുമല്ല. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പോലെ ഒരു മനുഷ്യനല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. നബിയുടെ പ്രത്യേകതകളെ എല്ലാ മതങ്ങളും ആചാര്യന്മാരും മഹർഷിമാരും അവരുടെ വേദങ്ങളിലും പുരാണങ്ങളിലും പരിചയപ്പെടുത്തിയതാണ്. നമുക്കറിയാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. അവിടുന്ന് വെള്ളത്തിന് ആവശ്യപ്പെട്ട് ആകാശത്തേക്ക് കൈനീട്ടിയപ്പോൾ മഴ വർഷിച്ചിട്ടുണ്ട്. സഹാബത്ത് വന്ന് സങ്കടം പറഞ്ഞു, നബിയെ, കൊടും വരൾച്ചയാണ് ഞങ്ങളുടെ നാട്ടിൽ, ഞങ്ങൾക്ക് വെള്ളമില്ല നബിയെ, കുടിക്കാൻ വെള്ളമില്ല, ഞങ്ങൾക്ക് വുദൂ ചെയ്യാൻ വെള്ളമില്ല എന്ന് പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ റസൂൽ കൈനീട്ടിയപ്പോൾ ആ കൈവിരലുകൾക്കിടയിലൂടെ വെള്ളം നിർഗളിക്കുകയും സഹാബത്ത് അതിൽ നിന്ന് വുദൂ എടുക്കുകയും വേണ്ടവോളം കുടിക്കുകയും ചെയ്തതായി ചരിത്രത്തിൽ കാണാം. അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയർപ്പ് സുഗന്ധമായി ഉപയോഗിക്കുമായിരുന്നു. അവിടുത്തെ തുപ്പുനീര് ഔഷധമായി ഉപയോഗിക്കുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇനിയും പ്രത്യേകതകൾ ഒരുപാടുണ്ട്. റസൂലുള്ളാഹി സഞ്ചരിക്കുമ്പോൾ നിഴലുണ്ടായിരുന്നില്ല. വെയിലിന്റെ സമയത്ത് മേഘം തണലിട്ട് കൊടുക്കുമായിരുന്നു നബി തങ്ങൾക്ക്. ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുണ്ട്. കല്ലുകളും മരങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നടന്നു പോകുമ്പോൾ നബിയോട് സലാം പറഞ്ഞിരുന്നു. മൃഗങ്ങൾ നബിയോട് സങ്കടം പറഞ്ഞിരുന്നു. അള്ളാഹുവിന്റെ റസൂലിനോട് മറ്റു ജീവികൾ അവരുടെ ആവലാതികൾ പറഞ്ഞിരുന്നു. ഒരിക്കൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു കാട്ടിലൂടെ നടന്നു പോവുകയാണ്.